ഹാലേലൂയ. പരമപരിശുദ്ധ തൃത്വകാരുണ്യത്തിന് എന്നൊരു ആരാധനീയ സ്തുതിയും പൂഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും പെന്തക്കുസ്ത തിരുനാളിൻ്റെ 1000 മംഗളങ്ങൾ. പെന്തക്കുസ്ത തിരുനാൾ എങ്ങനെ ആഘോഷിക്കാതിരിക്കും? പെന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായിട്ടുള്ള നൊവേനകൾ തീർച്ചയായും ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പെന്തക്കുസ്തായിൽ തിരുനാളിൽ അതിൻ്റെ ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ വളരേണ്ടതുണ്ട്. ഈ വർഷത്തെ പെന്തക്കുസ്ത തിരുനാളിൽ ഒരു പ്രത്യേകമായ അഭിഷേകത്തിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ പറയും. കാരണം ഈ വർഷം ആഗോളതലത്തിൽ കരിസ്മാറ്റിക് നവീകരണം ആരംഭിച്ചതിൻ്റെ 50-ാം വർഷം ആഘോഷിക്കുന്ന സുവർണ ജൂബിലി വർഷമാണ്. അതിൻ്റെ ആഘോഷങ്ങൾ പല രീതിയിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ 50 വർഷത്തിന് ശേഷം കരിസ്മാറ്റിക് നവീകരണം എത്തി നിൽക്കേണ്ട 3 മേഖലകളെ കുറിച്ചാണ് ഞാൻ പങ്കുവയ്ക്കുക. ഒന്നാമതായിട്ട് തിരുവചനത്തെ വീണ്ടും കണ്ടെത്തുക. തിരുവചനത്തെ വീണ്ടും കണ്ടെത്തുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം തിരുവചനത്തിൻ്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണെന്ന് മനസ്സിലാക്കുക. ആരും പറയാത്ത രഹസ്യം എന്ന പേരിൽ ചൈനീസ് മീഡിയയിലൂടെ തന്നെ ഇതിൻ്റെ ഒരു പ്രസംഗം കിടപ്പുണ്ട്. എങ്കിലും ഇന്നും ബൈബിൾ എന്നുള്ളത് പരിശുദ്ധ കുർബാനയുടെ പുസ്തകമാണ്, ആരാധനക്രമ ഗ്രന്ഥമാണെന്ന് ഇനിയും മനസ്സിലാക്കിയിട്ടില്ല എന്നെനിക്ക് തോന്നുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ തിരുവചനത്തിന് കൊടുക്കാവുന്നിടത്തോളം പ്രാധാന്യം കൊടുത്ത് കരിസ്മാറ്റിക് നവീകരണങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഈ ഒരു സത്യം ഇനിയും കണ്ടെത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. എന്താണ് സത്യം? തിരുവചനം പരിശുദ്ധ കുർബാനയുടെ ഗ്രന്ഥമാണ്. ഉൽപ്പത്തി പുസ്തകത്തിലെ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ് ആ ജീവന്റെ വൃക്ഷം എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വെളിപാടിന്റെ പുസ്തകത്തിലേക്ക്, അവസാനത്തെ അധ്യായത്തിലേക്ക് നമ്മൾ പോകണം. ജീവന്റെ വൃക്ഷം പരിശുദ്ധ കുർബാനയുടെ പ്രതീകമാണ്. പക്ഷേ ഓർക്കുക, പർദീസായിലേക്ക് സാത്താൻ വന്നപ്പോൾ ആ ജീവന്റെ വൃക്ഷത്തെക്കുറിച്ച് ഒന്നും തന്നെ മിണ്ടിയില്ല. പകരം അറിവിന്റെ വൃക്ഷത്തെക്കുറിച്ച് മാത്രം പറഞ്ഞു. ഒരർത്ഥത്തിൽ ഇന്നും അത് തുടരുകയാണ്. അതായത് വചനപ്രഘോഷണ സ്ഥലങ്ങളിൽ, ധ്യാനങ്ങളിൽ തിരുവചനത്തെക്കുറിച്ച് 1000 പ്രസംഗങ്ങൾ, 1000 ആശയങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. നല്ല കാര്യം. പക്ഷേ ആ തിരുവചനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ തിരുവചനത്തിൻ്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. ബൈബിളിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശരിയായ ഉത്തരം കിട്ടണമെങ്കിൽ പരിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തിരുവചനത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. ഈശോ വന്നത് പരിശുദ്ധ കുർബാനയാകാൻ വേണ്ടിയാണ് എന്ന സത്യം പോലും ഇന്നും വിസ്മരിച്ചപ്പെട്ട് കിടക്കുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അതുകൊണ്ട് തിരുവചനത്തെ വീണ്ടും കണ്ടെത്തുക. ദൈവം അബ്രാഹത്തെ വിളിച്ചത് ഇസ്ഹാക്കിലൂടെ ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയുള്ള ജനസമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, അബ്രാഹത്തോട് മകനെ ബലിയർപ്പിക്കാനായിട്ട് പറഞ്ഞുകൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷം സംഭവിക്കാനിരിക്കുന്ന ഗാഗുൽത്തായിലെ പിതാവിൻ്റെ ബലിയർപ്പണത്തിലേക്ക് ഒരുക്കുന്നതിന് വേണ്ടിയാണ്, സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ അബ്രാഹം വിശ്വാസികളുടെ പിതാവ് എന്ന് പറയുമ്പോൾ ഒരർത്ഥത്തിൽ ഞാൻ പറയും, അബ്രാഹം പരിശുദ്ധ കുർബാനയിൽ വിശ്വസിക്കുന്ന കുർബാനയുടെ മക്കളുടെ പിതാവാണ്. അതുപോലെ എന്തിനു വേണ്ടിയ ദൈവം ഇസ്രായേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ട് പെസഹ ആചരിക്കാനായിട്ട് പറയുന്നത്? ദൈവത്തിനൊരു സ്വപ്നമുണ്ടായിരുന്നു, അത് പരിശുദ്ധ കുർബാനയാണ്. അങ്ങനെ സമയത്തിന്റെ പൂർണ്ണതയിൽ ദൈവ മനുഷ്യനായിട്ട് അവതരിച്ചുകൊണ്ട് ഏറ്റവും വ്യക്തമായും കൃത്യമായും ഈശോ പഠിപ്പിച്ച വിഷയം ഏതാണ് എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ്. പക്ഷെ മനസ്സിലായില്ല. എല്ലാവരും ഈശോയെ ഉപേക്ഷിച്ചു പോയി. ഈശോയെ വധിക്കാനായിട്ട് ആഗ്രഹിച്ചു, പരിശ്രമിച്ചു. യോഹന്നാൻ സുവിശേഷം 7-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം വായിക്കുക. എന്താ ഈശോ ചെയ്ത തെറ്റ്? പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചതാണ്. ഇന്ന് ധ്യാന മന്ദിരങ്ങളിലെ
വചനപ്രഘോഷണ രംഗങ്ങളിലെ പരിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന എത്ര പേരുണ്ട്? അതുകൊണ്ട് പറയുക, തിരുവചനത്തെ വീണ്ടും കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളത്. ഈശോ പരിശുദ്ധ കുർബാനയെ കുറിച്ച് വിരുന്നിന്റെ ഉപമ പറയുന്നുണ്ട്, പക്ഷെ അതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. അതുപോലെ നല്ലിടയന്റെ ഉപമ, അതും പരിശുദ്ധ കുർബാനയെ കുറിച്ച് തന്നെയല്ലേ? ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈശോ സ്വർഗാരോഹണം ചെയ്തെങ്കിൽ എന്താണ് ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്നതിന്റെ അർത്ഥം? അത് കൗദാശിക സാന്നിധ്യമാണ്, കൂദാശകളിലൂടെയുള്ളതായ സാന്നിധ്യമാണ്. കൂദാശകളിലൂടെയുള്ളതായ ആ സാന്നിധ്യം സ്വർഗാരോഹണ വേളയിൽ ഈശോ പറഞ്ഞെങ്കിലും ലോകാവസാനം വരെ ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്നുള്ള ഈശോയുടെ വാഗ്ദാനം അത് പരിശുദ്ധ കുർബാനയിലുള്ള സാന്നിധ്യമാണെന്ന് എത്ര പേര് പറയും? ദിവ്യകാരുണ്യ സാന്നിധ്യമാണെന്ന് പ്രത്യേകം എടുത്തു പറയാറുണ്ടോ? ആ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ നിഴലായിട്ട് നിൽക്കുന്നത് വാഗ്ദാന ഭേടകമല്ലേ? വാഗ്ദാന ഭേടകത്തില് ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായിട്ട് മന്നായി ഉണ്ടായിരുന്നു, കൽപ്പനകൾ ഉണ്ടായിരുന്നു. അത് പുതിയ നിയമത്തിലേക്ക് വരുമ്പോഴോ തിരുവചനമുണ്ട്, തിരുവോസ്തിയുണ്ട്. ഒരർത്ഥത്തില് വാഗ്ദാന ഭേടകത്തിന്റെ വികാസമാണ് മധുബഹ എന്ന് പറയാനായിട്ട് സാധിക്കും. ഏതായാലും വിഷയം ചുരുക്കുമ്പോൾ, വാഗ്ദാന ഭേടകം ഇന്നത്തെ ദിവ്യകാരുണ്യ സാന്നിധ്യത്തിന്റെ നിഴലാണെന്നും അല്ലെങ്കിൽ വാഗ്ദാന പേടകം പൂർത്തീകരിക്കപ്പെട്ട് നിൽക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണെന്ന് പോലും എത്ര പേര് പറയാറുണ്ട്? ജെറീക്കോ പ്രദർശനം വേണമെന്ന് പറയും. ആ ജെറീക്കോ പ്രദർശനം എന്തായിരുന്നു? വാഗ്ദാന പേടകം എടുത്തുകൊണ്ടുള്ള പ്രദർശനമായിരുന്നു. ഇന്നും ദിവ്യകാരുണ്യ പ്രദർശനങ്ങളെ ആ രീതിയിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ കരിസ്മാറ്റിക് നവീകരണത്തിന്റെ സുവർണ ജൂബിലി വർഷത്തിന് ശേഷമുള്ള ഈ പെന്തക്കുസ്തായിലെ വിശുദ്ധ ഗ്രന്ഥത്തെ കുർബാന കേന്ദ്രീകൃതമായി വീണ്ടും കണ്ടെത്തുന്ന തലത്തിലേക്ക് ഉയരാൻ നമുക്ക് സാധിക്കണം. മറ്റൊരു സത്യം കൂടി നമ്മൾ ഓർക്കണം. തിരുവചനത്തിന് ശക്തി ഉണ്ടാകുന്നത് ശക്തിയുണ്ട്. എന്തുകൊണ്ടാ? ദൈവം പറഞ്ഞ വചനങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിച്ചതുകൊണ്ടാണ്, ജീവിച്ചത് കൊണ്ടാണ്. തിരുവചനത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഈശോയുടെ ജീവിതം അക്ഷരാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവാണ് പരിശുദ്ധ കുർബാന എന്നുള്ളത്. ആ പരിശുദ്ധ കുർബാന ഇല്ലായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ദൈവം പറഞ്ഞ ദൈവത്തിന്റെ വചനങ്ങൾ, ദൈവം കരുണയാണ്, സ്നേഹമാണ് എന്ന വചനങ്ങൾ ദൈവം പൂർത്തീകരിച്ചില്ലായിരുന്നുവെങ്കിൽ തിരുവചനത്തിന് ശക്തിയില്ല. അപ്പോൾ ഇന്നും തിരുവചനത്തിന് ശക്തിയുള്ളത് എന്തുകൊണ്ടാണ്? അത് പരിശുദ്ധ കുർബാനയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ട് തുടർന്നുകൊണ്ട് ആവർത്തിക്കപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തിരുവചനത്തിന്റെ കേന്ദ്രമായി പരിശുദ്ധ കുർബാനയെ മനസ്സിലാക്കാൻ സാധിക്കണം. ഇതിന്റെ തുടർച്ചയായി പരിശുദ്ധ കുർബാനയെ വീണ്ടും കണ്ടെത്തുക. എന്താണ് പരിശുദ്ധ കുർബാന? പരിശുദ്ധാരൂപിയുടെ തിരുസഭയിലുള്ള ഏറ്റവും ഉന്നതമായ നവീകരണ ക്രമമാണ്. ഞാനത് ആവർത്തിക്കുകയാണ്. എന്താണ് പരിശുദ്ധ കുർബാന? ഇന്ന് പരിശുദ്ധാരൂപി ഏറ്റവും ശക്തമായിട്ട് തിരുസഭയിൽ പ്രവർത്തിക്കുന്ന നവീകരണ ക്രമമാണ്. ഓർക്കുക, നമ്മുടെ രക്ഷാകര ചരിത്രത്തിൽ തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും, പ്രപഞ്ച സൃഷ്ടി മുതൽ എല്ലാ കാര്യങ്ങളും ചെയ്തത് ആരാണ്? പരിശുദ്ധാരൂപിയാണ്. പ്രപഞ്ച സൃഷ്ടിയിലും മനുഷ്യ സൃഷ്ടിയിലും പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് പുത്രനെ ഇരുത്തിയപ്പോഴും അവനിൽ പ്രവർത്തിച്ചത് ആരാ? പരിശുദ്ധാരൂപിയാണ്. എന്താണ് പരിശുദ്ധ കുർബാന? പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ ദൈവം പൂർത്തീകരിച്ച രക്ഷാകര പ്രവൃത്തികളെ മുഴുവനും ഇന്ന് അടയാളങ്ങളിലൂടെ, പ്രതീകങ്ങളിലൂടെ പരിശുദ്ധാരൂപി കൊണ്ടുവരുന്നതാണ് പരിശുദ്ധ കുർബാന. അത് പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനമാണ്. എന്നും നവീകരിക്കപ്പെടുന്ന ശാശ്വത പെന്തക്കുസ്തയാണ്. അതിനൊരു ക്രമമുണ്ട്. പക്ഷെ ഇന്ന് സംഭവിച്ചു പോയിട്ടുള്ള ഒരു വലിയൊരു അപകടം, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടക്കുന്നത് കൊണ്ട്, ഏറ്റവും അവസാനം കേരളത്തിൽ പോലും വിളക്കിന്നൂരിൽ നടന്ന ആ അത്ഭുതം, തിരുവോസ്തിയിലെ സാന്നിധ്യത്തിന് മാത്രം അമിതമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇന്ന് 50% കത്തോലിക്കർക്കെങ്കിലും പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ആ തിരുവോസ്തി മാത്രമാണ്. എങ്ങനെയെങ്കിലും ആ തിരുവോസ്തി കിട്ടിയാൽ മതി, ബാക്കി അച്ഛൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്ത് അതുകൊണ്ട് വിഷയമല്ല. തെറ്റാണ്. എന്താണ് പരിശുദ്ധ കുർബാന? പരിശുദ്ധ കുർബാന ചുരുങ്ങിയ പക്ഷം പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ
ഈശോയുടെ ജനന, ജീവിത, പീഡാനുഭവ, മരണ, ഉത്ഥാന, സ്വർഗാരോഹണ രഹസ്യങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ദൈവത്തിന്റെ കൗദാശികമായ സാന്നിധ്യം പരിശുദ്ധാരൂപി നൽകുന്നതാണ് പരിശുദ്ധ കുർബാന. തിരുവോസ്തിയിലെ സാന്നിധ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? അവിടെ ഈശോയുടെ ജനനം പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ നടക്കുന്നു. ഈശോയുടെ ജീവിതം പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ നടക്കുന്നു. ഈശോയുടെ പീഡാനുഭവവും മരണവും പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ നടക്കുന്നു. ഈശോയുടെ ഉത്ഥാനം പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ നടക്കുന്നു. ഈശോയുടെ സ്വർഗാരോഹണം പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനത്താൽ അവിടെ നടക്കുന്നു. അതുകൊണ്ടാണ് തിരുവോസ്തിയിലെ ഈശോയുടെ സാന്നിധ്യമുള്ളത്. അതുകൊണ്ട് തിരുസഭയിൽ ഇന്ന് പരിശുദ്ധാരൂപി ഏറ്റവും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്ന ശാശ്വത ബന്ധക്രിസ്തയായി പരിശുദ്ധ കുർബാനയെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട് പരിശുദ്ധ കുർബാനയിലൂടെയാണ് ഏറ്റവും കൂടുതലായിട്ട് വരദാനങ്ങളിൽ നമ്മൾ വളരേണ്ടത് എന്ന് മനസ്സിലാക്കണം. ജപമാല ഭക്തിയിലൂടെ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയാൽ നമ്മൾ വരദാനങ്ങളിൽ വളരുമായിരിക്കും തീർച്ചയായും. പക്ഷെ അതിനേക്കാൾ കൂടുതലായി നമ്മളിലുള്ള വരദാനങ്ങൾ ഉച്ചരിപ്പിക്കപ്പെടുന്ന ദൈവത്തിന്റെ കരിസ്മാറ്റിക് ധ്യാനമായിക്കൊണ്ട് പരിശുദ്ധ കുർബാനയെ വീണ്ടും കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് സാധിക്കണം. മൂന്നാമതായി, എന്തെല്ലാം പരാജയങ്ങളും കുറവുകളും പോരായ്മകളും മാർപ്പാപ്പമാർക്കും മെത്രാന്മാർക്കും കർദിനാളന്മാർക്കും വൈദികർക്കും സന്യസ്തർക്കും സംഭവിച്ചാലും ശരി, അടിസ്ഥാന തത്വങ്ങൾ നിഷേധിക്കാൻ പറ്റുകയില്ല. എന്താണ് അടിസ്ഥാന തത്വങ്ങൾ? രണ്ട് കാര്യങ്ങൾ. ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള അടിസ്ഥാന തത്വങ്ങൾ, അത് നമ്മൾ പ്രത്യേകം നമ്മൾ ഓർക്കണം. ഈശോ മാത്രമാണ് സത്യദൈവമെന്ന് തിരുവചനങ്ങൾക്ക് അപ്പുറം കടന്നുകൊണ്ട്, അല്ലെങ്കിൽ തിരുവചനങ്ങളോളം ചേർന്ന് നിന്നുകൊണ്ട് വ്യക്തികൾക്ക് നൽകപ്പെടുന്ന ദർശനങ്ങളോളം തന്നെ പ്രാധാന്യത്തോടെ കാണേണ്ടതാണ് ഈശോ മാത്രം സത്യദൈവം എന്നുള്ള ശാസ്ത്രത്തിന്റെ തെളിവ്. എന്താണ് ആ തെളിവ്? ഈശോയുടെ ശരീരം പൊതിഞ്ഞ കച്ച. ശാസ്ത്രീയമായ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ ഈശോയുടെ പീഡാനുഭവത്തിനും മരണത്തിനും ഉത്ഥാനത്തിനുമുള്ള ശാസ്ത്രീയമായ തെളിവാണ്. അതുകൊണ്ട് പല ദൈവങ്ങളുണ്ടെന്നും ആരൊക്കെ എങ്ങനെയൊക്കെ പറഞ്ഞാലും കത്തോലിക്കനെങ്കിലും മനസ്സിലാക്കണം, ഈശോ മാത്രമാണ് സത്യദൈവമെന്ന്. ഇത് ഓരോ കത്തോലിക്കനും വീണ്ടും കണ്ടെത്തേണ്ട സത്യമാണ്. എന്തിന്? അത് ഘോഷിക്കപ്പെടണം. ആ സത്യദൈവം ഇന്ന് നമ്മളോടൊത്ത് ആയിരിക്കുന്നത് എവിടെയാണ്? പരിശുദ്ധ കുർബാനയിലൂടെയാണ്. പരിശുദ്ധ കുർബാന എന്ന് പറയുമ്പോൾ തിരുവോസ്തിയിൽ മാത്രമല്ല, പരിശുദ്ധ കുർബാനയിലെ ഓരോ അടയാളങ്ങളിലും, ഓരോ പ്രാർത്ഥനയിലും, ധൂപാർപ്പണത്തിലും, തിരുരക്തം തെളിക്കപ്പെടുന്നതിലും അല്ലെങ്കിൽ വിശുദ്ധജലം തെളിക്കപ്പെടുന്നതിലും എല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ട്. അതെല്ലാം ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള കാര്യമല്ലേ? എത്രയോ 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 ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ അപ്പവും മീഞ്ഞും മാംസത്വങ്ങളായിട്ട് മാറ്റപ്പെട്ടുകൊണ്ട് ശാസ്ത്രം തെളിയിച്ചിട്ടില്ലേ? കഠിനമായ പീഡ അനുഭവിച്ച ഒരു ചെറുപ്പക്കാരന്റെ ഹൃദയത്തിന്റെ മാംസമാണതെന്ന് AB പോസിറ്റീവ് ഗ്രൂപ്പാണെന്ന് തെളിയിച്ചിട്ടില്ലേ? ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ടല്ലോ. അതിൽ തിരുവോസ്തിയിൽ പുരുഷന്റെ അംശമില്ല എന്ന്, മാതാവിന്റെ കന്യാത്വം പോലും ശാസ്ത്രീയമായിട്ട് ഇന്ന് ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ വെളിച്ചത്തിൽ തെളിയിക്കപ്പെട്ടു നിൽക്കുകയാണ്. അപ്പോഴ് എന്തെല്ലാം തെറ്റുകളും പാളിച്ചകളും കുറവുകളും പോരായ്മകളും സഭയിൽ സംഭവിച്ചു പോയാലും ഞാനാണ് സഭയെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, ഈ സഭയെ പടുത്തുയർത്തേണ്ടത് വളർത്തേണ്ടത് എൻ്റെ കടമയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രം തെളിയിച്ചിട്ടുള്ള ഈ അടിസ്ഥാന തത്വത്തെക്കുറിച്ച് ഞാൻ പറയാനായിട്ട് തയ്യാറാവണം. മറ്റുള്ളവർ എന്തും പറഞ്ഞുകൊള്ളട്ടെ, എനിക്ക് ബോധ്യമുണ്ടാകണം. എന്താ? ഈശോ മാത്രമാണ് സത്യദൈവം. ആ ഈശോയുടെ സാന്നിധ്യം ഇന്ന് കൗദാശികമായിട്ട് പരിശുദ്ധ കുർബാനയിലൂടെ തുടരുന്നത് സഭയിലൂടെയാണ്. സഭ ഈശോയുടെ കൂദാശയാണ്, ഈശോയുടെ തുടർച്ചയാണ്. അത് വീണ്ടും കണ്ടെത്തിക്കൊണ്ട് എൻ്റെ കത്തോലിക്കാ വിശ്വാസത്തിലെ അഭിമാനം കൊണ്ടുകൊണ്ട് എല്ലാ സാഹചര്യങ്ങളിലും ഓരോ വ്യക്തിയോടും അടിസ്ഥാനപരമായി ഈ തത്വത്തെക്കുറിച്ച് പറയുന്ന വീണ്ടും കണ്ടെത്തലിലേക്ക്, വീണ്ടും ജനിക്കലിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. ഈശോ നിക്കോദേമോസിനോട് പറഞ്ഞില്ലേ, നീ വീണ്ടും ജനിക്കണം. നമ്മൾ പരിശുദ്ധാരൂപിയിൽ വീണ്ടും ജനിക്കണം. എങ്ങനെ ജനിക്കണം? ഈ 3 കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കാൻ സാധിക്കട്ടെ. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ കേന്ദ്രം പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയാണ് പരിശുദ്ധാരൂപിയുടെ സമുന്നതമായ നവീകരണ പ്രവൃത്തി. ഈശോ മാത്രമാണ് സത്യദൈവം. ആ ദൈവം ഇന്നും പരിശുദ്ധ കുർബാനയിലൂടെ സജീവമായിട്ട് ജീവിക്കുന്നു. ഈ സത്യങ്ങളെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട്
ഓരോ കത്തോലിക്കരും വീണ്ടും ജനിക്കാനായിട്ട് ഇടവരുത്തിട്ട് ഇവരെന്ന ബന്ധക്കുസ്തായിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ട്, ഓർക്കുക, ആദ്യത്തെ ബന്ധക്കുസ്തായിൽ അവർ 9 ദിവസം പ്രാർത്ഥിച്ചു, ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെയൊക്കെ ആകാം ഒരുപക്ഷെ നൊവേനകളും വന്നിട്ടുള്ളത്. ഏതായാലും നമുക്കും ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഈ വരുന്ന പെന്തക്കുസ്തായിട്ട് ഒരുങ്ങി പെന്തക്കുസ്താ തിരുനാളിൽ വീണ്ടും ജനിക്കുന്ന കത്തോലിക്കരാകാൻ നമുക്ക് സാധിക്കട്ടെ. ബൈബിളിനെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട്, പരിശുദ്ധ കുർബാനയെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട്, കത്തോലിക്ക വിശ്വാസത്തിന്റെ അടിസ്ഥാനങ്ങളെ വീണ്ടും കണ്ടെത്തിക്കൊണ്ട് ജീവിക്കുന്ന കത്തോലിക്കരാകുവാനുള്ള കൃപ നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ. പെന്തക്കുസ്താ തിരുനാളിന്റെ മംഗളങ്ങൾ എല്ലാവർക്കും ആശംസിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.